ധന്യമീ ജീവിതത്തിൽ വേദാന്തം, തത്വചിന്ത തുടങ്ങിയിട്ടുള്ള സൂര്യന് താഴെയുള്ള പല വിശേഷങ്ങളെക്കുറിച്ചും നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു വെറൈറ്റിക്ക് വേണ്ടി പച്ചയായ ജീവിതത്തെക്കുറിച്ച് ഒന്ന് പറയണമെന്ന് തോന്നുകയാണ്. പച്ചയായ ഭാഷയിലും പച്ചയായ ജീവിതത്തെക്കുറിച്ച്. ഒരു കാലത്ത് പുരുഷന്മാരുടെ എണ്ണത്തെക്കാൾ സ്ത്രീകളുടെ എണ്ണം വർദ്ധിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ട്. ഓരോ വീട്ടിലും 8 മക്കള്, 12, 13 മക്കള് സാധാരണയായിട്ടുള്ള വീടുകൾ ഉണ്ട്. ആ 13 മക്കളും കൂടിയിട്ട് വീട്ടുമുറ്റത്ത് ഓടി കളിക്കുമ്പോൾ ഇതിപ്പോ UP സ്കൂളാണോ എന്ന് അതിലെ പോണവർക്ക് ഇപ്പൊ സംശയം തോന്നാം, അന്ന് സംശയം തോന്നിയിരുന്നില്ല. ഓരോ വീട്ടിലും അത്ര കുട്ടികൾ ഉണ്ടാകും. പെൺകുട്ടികളെ അധികവും പഠിപ്പിക്കാൻ അയക്കില്ല. ഇത് കല്യാണം കഴിപ്പിച്ച് അയക്കേണ്ടതാണ് ഈ പെൺകുട്ടികളെ എന്നൊരു ധാരണ എല്ലാവർക്കും ഉണ്ടായിരുന്നു. എനിക്ക് നല്ലപോലെ അറിയാം. പെൺകുട്ടികളെ പഠിപ്പിക്കാൻ അയച്ചിട്ടുണ്ടാകും. കുറച്ച് മുതിർന്ന കല്യാണം കഴിപ്പിച്ചിട്ട് അയക്കലാണ്. ആൺകുട്ടികളെ എവിടെയെങ്കിലും ജോലിക്കോ എവിടേക്കോ ചെല്ലും. അന്ന് പുരുഷന്മാർക്ക് വലിയ ഡിമാൻഡായി. ഇന്ന് പെണ്ണ് കിട്ടാത്ത അവസ്ഥയെക്കുറിച്ചാണ് ഞാൻ പറയണത്. വിഷയം അന്നത്തെ കാലത്ത് പെണ്ണ് കിട്ടാത്ത അവസ്ഥ ഉണ്ടാവില്ല. അങ്ങനെ ഒരു കാര്യമില്ല. ഭാര്യ മരിച്ചു, വേറെ സ്ത്രീയെ കല്യാണം കഴിക്കാം. ഇപ്പൊ ഭാര്യ ഉണ്ട്, ഒരുത്തിയെ കൂടി കല്യാണം കഴിക്കാം. എന്ത് ചീത്തപ്പേരുണ്ടാക്കിയ ആളാണെങ്കിലും കല്യാണം കഴിക്കാൻ പെൺകുട്ടിയെ കിട്ടാത്ത അവസ്ഥ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അന്ന് പുരുഷന്മാര് താരതമ്യേന ക്രൂരമായിട്ട് പെരുമാറിയ അവസരവുമുണ്ട്. നടന്ന് പെണ്ണ് കാണാൻ, നടന്ന് പെണ്ണ് കണ്ടിട്ട് പല സ്ഥലത്തും പോയിട്ട് വേണ്ട എന്നുള്ളത് പച്ചയായിട്ടുള്ള ഭാഷയിൽ പറയുക. ആ പച്ചയായിട്ടുള്ള ഭാഷയിൽ പറഞ്ഞതിന് ശേഷം എത്രയോ പെൺകുട്ടികളുടെ മനസ്സിനെ വേദനിപ്പിച്ച അവസരം. പെണ്ണ് കാണാൻ വരിക, ആ പെണ്ണ് കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ചായ കൊടുക്കുക. ചായ കൊടുത്തതിന് ശേഷം അവരെന്തു പറയണു അതുവരെ കാത്തിരിക്കുക. ആ നിർദ്ദയം പെരുമാറുമ്പോൾ ഏതൊന്നിനും ഒരു മറുവശം ഉണ്ടാവും. ഈ പ്രപഞ്ചത്തില് ഏത് കാര്യത്തിനും മറുവശം ഉണ്ടാകും. ഇന്നത്തെ സ്ഥിതി എന്താണെന്നുള്ളത് പറയാതെ തന്നെ ഊഹിക്കാനായിട്ട് കഴിയും. പെൺകുട്ടികളുടെ എണ്ണം കുറഞ്ഞു. അവര് പഠിച്ചവരായി, പഠിച്ച കുട്ടികളാണ്. ആ പഠിച്ച കുട്ടികൾ പഠിപ്പും സാമ്പത്തികാവസ്ഥയും വരുമ്പോൾ ചിന്തിച്ചു പോവില്ലേ കൂടുതൽ സ്വാതന്ത്ര്യം വേണമെന്ന്? പല പെൺകുട്ടികളുമായിട്ട് അഭിമുഖം നടത്തിയ അനുഭവം വെച്ച് പറയാണ്, എന്തിനാണ് വിവാഹം ചോദിക്കേണ്ടത്? ഇപ്പൊ അച്ഛനും അമ്മയും ഞാനും ഉണ്ട്, എനിക്ക് മാസത്തുറപ്പ് ശമ്പളമുണ്ട്. ആ ശമ്പളത്തിന്റെ പകുതി ചെലവാക്കിയാൽ സുഖമായിട്ട് ജീവിക്കാം, ബാക്കി പകുതി നീക്കി വെക്കണം. എന്തിനാണ് ഇങ്ങനെ ഒരു കുരിശ് എന്ന് പെൺകുട്ടിയോട് ചോദിക്കുമ്പോൾ എന്താ മറുപടി പറയുക? കാരണം അവരുടെ കുടുംബത്തിൽ കാണുന്നത് ഈ വിവാഹ ജീവിതം എന്ന് പറഞ്ഞ ഒരു കുരിശായിട്ടാണ് കാണുന്നത്.
ഒരുത്തിന് വേണ്ടുന്ന ആഹാരമൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. ചിലപ്പോൾ രാത്രി ഓൻ മദ്യപിച്ചിട്ടായിരിക്കും വരിക. ഇങ്ങനൊരു മഹാഭാവം തലയിൽ വെക്കണ എന്തിനാ? പെൺകുട്ടികൾ ചിന്തിച്ചു പോവില്ലേ? തീർന്നില്ല. എല്ലാവരും സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നു. കയറ് കെട്ടിയുള്ള മൃഗം വരെ അതിന് പറയാൻ അറിയില്ലെങ്കിലും ആ കയറിൽ നിന്ന് ഊരി പോകാൻ ആഗ്രഹിക്കുന്നു. ഇതൊരു ബന്ധനമായിട്ട് മാറുമ്പോൾ ഇതിനെ സഹിക്കേണ്ട കാര്യം എന്താന്നൊരു ചിന്ത പുരുഷന്മാർക്കും വന്നു, സ്ത്രീകൾക്കും വന്നു. പെൺകുട്ടികൾ ഗാഢമായിട്ട് ചിന്തിച്ച് തുടങ്ങി. ഈ മാറ്റം നമ്മൾ ആലോചിക്കണം. കല്യാണത്തിന് വരാൻ പറ്റിയില്ല എന്ന് പെൺകുട്ടിയുടെ അച്ഛനോട് പറയാൻ പോകുമ്പോൾ അയൽവാസി പറഞ്ഞു, നിങ്ങളിപ്പോൾ അത് പറയാൻ പോണ്ട. അവർക്ക് എന്താ, അത് നിൽക്കില്ല എന്നാ കേട്ട്. അതൊരു സാധാരണ സംഭവമായി. ആരും അവര് സെപ്പറേറ്റ് ആയി എന്ന് പറയുമ്പോൾ അതിന്റെ കാരണം ആരും ഇപ്പൊ ചോദിക്കാത്ത രീതിയിൽ സമൂഹം മാറി. ആ സമൂഹം മാറിയതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഗ്രാമീണ ഭാഷയിൽ പറഞ്ഞാൽ പെണ്ണ് കിട്ടാത്ത അവസ്ഥ എന്നുള്ളത് വന്നു. ചില സമുദായങ്ങളിൽ ഒട്ടും പെൺകുട്ടികളെ കിട്ടാറില്ല. അന്യ സമുദായങ്ങളിൽ നിന്ന് കല്യാണം കഴിക്കേണ്ടി വരുന്നു. പലരും വിദേശികളെ കല്യാണം കഴിക്കുന്നു, ഇന്ത്യക്കാരെ അല്ല. സംഭാഷണ മധ്യേ ഒരു ആള് പലരോട് ചോദിച്ചു, ഏതാ എവിടെയാണ്? നമ്മുടെ രാജ്യമല്ലല്ലോ, പിന്നെ ജാതിയോ മതമോ ചോദിക്കേണ്ട കാര്യമല്ലല്ലോ എന്ന് പറഞ്ഞു. ഏത് കാര്യവും ഇപ്പൊ എന്താണോ അതിന്റെ കൗണ്ടർ വർക്ക് ചെയ്യാന്ന് പറയും സാഹിത്യകാരന്മാരുടെ ഭാഷയപ്പെടും. സിനിമക്കാരൊക്കെ പറയുന്നൊരു ഭാഷയുണ്ട്. ആദ്യം ഇങ്ങനെ പറഞ്ഞാൽ വല്ലാതെ ഡിമാൻഡ് കാണിച്ച് അഹങ്കാരം കാണിച്ചാൽ അവസാനം അയാൾ വയ്യാതെ നടക്കും. ഞാനൊരു ചവിട്ടങ്ങോട്ട് തന്നാൽ മതിയല്ല, നീ എന്നെ ചവിട്ടി കൊല്ലുന്നൊരു ഡയലോഗ് ഉണ്ടെങ്കിൽ ആ ഡയലോഗ് വെച്ചതിന്റെ കാര്യം എന്താ വെച്ചാൽ കഥാകൃത്ത് കണ്ടു കാണും. അവസാനം ഇയാൾ തളർവാദം പിടിച്ച് കിടപ്പിലാവുന്നത് ഫീൽ ചെയ്യണമെങ്കിൽ ആദ്യം ഒരു ചവിട്ടിന് തന്നെ ചവിട്ടി കൊല്ലുന്നു പറഞ്ഞ ഡയലോഗ് വേണം. വല്ലാതെ ആർഭാടം കാണിച്ച ജീവിതങ്ങളാണെങ്കിൽ അവർക്ക് ദാരിദ്ര്യം തീർച്ചയായും. വല്ലാതെ ദാരിദ്ര്യമുള്ള ജീവിതങ്ങളാണെങ്കിൽ പ്രകൃതിയുടെ ഒരു പ്രത്യേകത, ഇന്നും ദാരിദ്ര്യം ഉണ്ടാവില്ല. നമ്മൾ ഏത് കാര്യത്തിനും ഒരു കാലത്ത് ബുദ്ധിമുട്ടിയോ അതൊക്കെ നമുക്ക് ഇപ്പൊ ഇഷ്ടം പോലെ ഉണ്ട്. എന്നും ഉണ്ടാവില്ല. എന്നും ദുഃഖമായിട്ടൊരു ജീവിതത്തെ കൊടുക്കില്ല. സംഭാഷണ മധ്യേ കൗൺസിലിങ്ങിന് വന്നൊരു എന്റെ ജീവിതത്തിൽ ദുഃഖം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ സാർ. ഞാൻ പറഞ്ഞു, അങ്ങനെ പറയരുത് കേട്ടോ. ഒന്ന് ആലോചിക്കും, ദുഃഖം മാത്രം, രാവിലെ ഒന്ന് വൈകുന്നേരം വരെ ദുഃഖം, പിറ്റേ ദിവസം രാവിലെ ഒന്ന് വൈകുന്നേരം വരെ ദുഃഖം, അതിൻ്റെ ഇടയിൽ കൂടെ സുഖവും ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ സുഖം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, അങ്ങനെ പറയരുത്. കൗണ്ടർ വർക്ക് ചെയ്യാന്ന് പറഞ്ഞ മാതിരി ദുഃഖവും ഉണ്ടായിട്ടുണ്ട്. സമൂഹത്തിൽ അനവധി മാറ്റങ്ങൾ വന്നു. ആ മാറ്റങ്ങൾ വന്നപ്പോൾ പെൺകുട്ടികൾ മിടുക്കത്തികളാണ്, വിദ്യാഭ്യാസമുള്ളവരാണ്, പഠിച്ചവരാണ്. അവർക്ക് അവരുടെ തൊഴിൽ ചെയ്യേണ്ടത് എങ്ങനെ അറിയാം. അവര് സമ്പാദിക്കുക. ഭർത്താവിനൊരാള് കള്ളുകുടിച്ച് തീർക്കുക എന്നുള്ളത് ഇപ്പൊ നടക്കുന്ന കാലം അല്ല. അത്തരം പെൺകുട്ടികളെ ആരും വിമർശിക്കാറുമില്ല. അത് സ്ത്രീ ശാക്തീകരണത്തിന്റെ ഒരു ഭാഗമാണ്. എല്ലാവരും അതിനോട് യോജിക്കുന്നു. വിദേശത്താണെങ്കിൽ എല്ലാവർക്കും സ്വാതന്ത്ര്യം കൊടുക്കുന്നു. അന്യർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ സ്വാതന്ത്ര്യം അനുഭവിക്കണം.
അതുകൊണ്ട് തമാശയ്ക്ക് പെണ്ണ് കിട്ടാത്ത അവസ്ഥ എന്ന് പറഞ്ഞിരുന്നാൽ ആ അവസ്ഥയെക്കുറിച്ച് നമ്മളൊന്ന് ഗൗരവത്തിൽ ആലോചിക്കുന്നത് നല്ലതല്ലേ എന്ന് ചിന്തിച്ച് വാക്കുകൾ സംഭരിക്കുന്നു. നമസ്കാരം.